എവിടെന്നാ പൂ? ആ ചെടിന്ന് പറിച്ചതാ. പൂ പറിക്കരുത്, അത് ചെടിയെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. അയ്യേ, നഖം കടിക്കരുത്. ചീത്ത കുട്ടികളല്ലേ നഖം കടിക്കുന്നത്. പൂ പറിക്കുന്നതും നഖം കടിക്കുന്നതും ചീത്ത കുട്ടികളാണ് കേട്ടോ. എന്താ മോന്റെ പേര്? രഞ്ജിന്നാ. സ്കൂളിൽ രഞ്ജി ജോൺസൺ. ആഹാ, മിടുക്കൻ. അപ്പാപ്പൻ എന്റെ പേര് ചോദിച്ചു. ഇനി മോനപ്പുറത്തേന്ന് അപ്പാപ്പനോട് ചോറ് വിളമ്പിന്ന് പറ. എന്താ പറയേണ്ടത്? അപ്പാപ്പ ചോറ് വിളമ്പി ഉണ്ണാൻ വാന്ന്. അപ്പാപ്പ ചോറ് വിളമ്പി ഉണ്ണാൻ വാ. ചെല്. അപ്പാപ്പ ചോറ് വിളമ്പി ഉണ്ണാൻ വാ. വാ. കഴിക്ക് കഴിക്ക് കഴിക്ക്. നീ എനിക്കിട്ട് വേല വെക്കുന്നതാ. നീ വെച്ചോ. എപ്പോഴാ കൈവിട്ടാടാറാവാ? ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടാടാ. ആദ്യം പിടിച്ചൊന്ന് ആടി പരിചയപ്പെട്. അല്ലാതെ കൈവിട്ടാലേ ഡും എന്ന് താഴെ കിടക്കും. എങ്ങനെ കിടക്കും? താഴെ കിടക്കും. അത് തന്നെ. പോരാ പോരാ. എൽസമ്മേ, ഇതാ മോളെ കുറച്ച് തേന. ജോയിക്കുട്ടിന് അമ്മാനപ്പൻ മൂന്നാറിന്ന് കൊണ്ടുവന്നതാ. എന്താ അപ്പാപ്പനും കൊച്ചുമോനും കൂടി? കാണാൻ പാടില്ലേ? ഊഞ്ഞാലാടുക. ചേടാ മിടുക്കൻ. ഇതേണ്ട, ഇതൊക്കെ എനിക്ക് അപ്പാപ്പ വാങ്ങിക്കുന്നതാ. അങ്ങോട്ടും ഇങ്ങോട്ടും തലയാ നിൽക്കരുതേ. ഞാൻ കാണിച്ചു ഇങ്ങനെ. എന്നേ
തല എനക്കല്ലേ? അവൻ ചിരിച്ചേ, നല്ല ചിരിച്ചേ. എനിക്ക് കാണാൻ ചിരിച്ച. എന്നിട്ട് പട്ടി എല്ലും കഷ്ണം കൊണ്ട് പാലത്തെ കൂടി ഇങ്ങനെ പോകായിരുന്നു. വെറുതെ ആ പാലത്തിന് താഴോട്ട് നോക്കി. അപ്പൊ എന്ത് കണ്ട്? താഴെ നോക്കിയപ്പോ എന്ത് കണ്ട്? പട്ടി. അതിനകത്ത് പട്ടിയുടെ നേടലേ. ഉടനെ പട്ടി ബൗന്ന് കുരച്ച്. അപ്പൊ എന്ത് സംഭവിച്ചു? എല്ലും കഷ്ണം താഴെ പോയി. അങ്ങനെ പട്ടി എല്ലും കഷ്ണവും പോയി, കഷ്ടപ്പെട്ടു പോയി. അത് കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. നമ്മളിങ്ങോട്ട് വന്ന് ഇരുന്ന ഉടനെ ചൂണ്ടലോട്ട് മീൻ വന്ന് കൊത്തു. ചൂണ്ടാൽ ഇങ്ങനെ കൊത്തുമ്പോഴാണ് മീനെ കിട്ടുന്നതേ. അതല്ലേ കണ്ട അനങ്ങുന്ന നോക്കിയാ ഇപ്പൊ മീൻ കൊത്തുന്നുണ്ടെന്നൊരു സംശയം കേട്ടോ. അത് അനങ്ങുന്നുണ്ട്. അതെ അവൻ കൊത്തിയെന്ന് തോന്നുന്നു കേട്ടോ. കൊത്തിയെന്ന് തോന്നുന്നു. നമുക്ക് ചുട്ടു നിൽക്കല്ലേ? പട്ടി കുറച്ച എടാ പൂച്ച എലിയിട്ട് ഓടിക്കല്ലേ, അത് കണ്ട് കുറച്ചാ. ഞങ്ങളുടെ പട്ടിയും അങ്ങനെ തന്നെ. കിടക്കണ്ടേ? മോമൊന്ന് കിടക്ക്. നാളെ നമുക്ക് പോകേണ്ടതല്ലേ? അപ്പോ രഞ്ജിമോൻ നാളെ പോവുകയാണല്ലേ? ഇനി വന്നേ ചോദിക്കട്ടെ. മോൻ പോയാ പാപ്പനെ ഓർക്കോ? അപ്പാപ്പ എന്റെ ഫ്രണ്ട് അല്ലേ? ആണോ? ഇനി എപ്പോഴാ അപ്പാപ്പ മോനെ ഒന്ന് കാണുക? വലിയ അവധി കിട്ടുമ്പോ വരാം. ഒറ്റയ്ക്കോ? അല്ല, അമ്മച്ചിയും കൂട്ടിട്ട് വരാം. അമ്മച്ചിയെ മാത്രം കൊണ്ടുവന്നാ പോരാ. നീ വരുമ്പോ മോന്റെ ഡാഡിയും കൊണ്ടുവരണം. ഡാഡിയോട് മോൻ പറയണം അപ്പാപ്പൻ സോറി പറഞ്ഞെന്ന്. അറിയോ? ഡാഡി പോയി. എവിടെ? അമ്മച്ചി എപ്പോഴും ഡാഡിയുടെ ഫോട്ടോ നോക്കി കരയും. സ്വർഗത്തിൽ പോയിന്ന് അമ്മച്ചി പറയുന്ന. എന്താ ഉണ്ടായ മോളെ? ഓഫീസിൽ നിന്ന് വരുന്ന വഴി ആക്സിഡന്റില്. ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഇത്രയും കാലം നീ എങ്ങനെ? സർവീസിലിരിക്കുമ്പോ സംഭവിച്ചതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ ഒരു ജോലി കിട്ടി. ഇങ്ങോട്ട് പോരായിരുന്നില്ലേ?
ജീവൻ പോവാണോ? ഞങ്ങൾ പോവാ അപ്പച്ച. മോളെ, മോള് പോണ്ട. നാഥനില്ലത് അങ്ങോട്ട് പോയിട്ട് എന്തിനാ? അപ്പച്ചനോട് ഒറ്റയ്ക്കല്ലേ, നമുക്കിവിടെ കഴിയാം. ഇല്ല, എനിക്ക് പോയേ മതിയാവും. പോകാതിരിക്കാൻ പറ്റില്ല. എന്റെയും ജോൺസന്റെയും ബന്ധത്തെ അംഗീകരിക്കാത്ത അപ്പച്ചന്റെ ഔദാര്യത്തിൽ ഞങ്ങളുടെ മോനെ വളർത്തില്ല എന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. മരണക്കിടക്കെ വെച്ച് എനിക്ക് ആ വാക്ക് തെറ്റിക്കാൻ പറ്റില്ല. എന്റെ അപ്പച്ചൻ എന്നോട് ക്ഷമിക്കണം. അമ്മച്ചിയുടെ അപ്പാപ്പൻ. അപ്പാപ്പാ. മോന്റെ അമ്മച്ചി എവിടെ? ദേ അവിടെ. എന്റെ മോനെ അപ്പച്ചന്റെ ഔദാര്യത്തിൽ വളർത്തില്ല എന്നല്ലേ മോള് ജോൺസണ് വാക്ക് കൊടുത്തു. ആ വാക്ക് മോള് മാറ്റണ്ട. പക്ഷെ മോളുടെ ഔദാര്യത്തിൽ ഈ അപ്പച്ചന് കഴിയാലോ. അതിന് അപ്പച്ചന്റെ മോള് സമ്മതിക്കോ? പാപ്പ